ഭാരതം ഒരു കാർഷിക രാജ്യമാണ്. മാത്രമല്ല മനുഷ്യന്റെ പ്രഥമ ആവശ്യം ഭക്ഷണമായതുകൊണ്ട് തന്നെ കൃഷിയിൽ ഊന്നിയുള്ളതാവണം മറ്റെല്ലാ വികസന പ്രവർത്തനങ്ങളും. എന്നാൽ രാസകൃഷിയുടെ അതിപ്രസരം മൂലം ഇന്ന് നമ്മുടെ മണ്ണും വായുവും ജലവും ഭക്ഷണവും വിഷമയമായി തീർന്ന സാഹചര്യത്തിലാണ് ജൈവകൃഷിക്ക് പ്രാധാന്യമേറുന്നത്. പലപ്പോഴും പരമ്പരാഗത കൃഷിയാണ് ജൈവകൃഷി എന്ന തെറ്റിദ്ധാരണയാണ് ജൈവകൃഷിയിലേക്ക് കടന്നു വരുന്നതിൽ നിന്ന് കർഷകരെ പിന്തിരിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മേക്ക് ഇന്ത്യ ഓർഗാനിക് എന്ന പ്രൊജക്റ്റിലൂടെ ഇന്ത്യയൊട്ടാകെ ജൈവകൃഷി വ്യാപിപ്പിക്കുന്ന SPC ലിമിറ്റഡ് എന്ന പ്രസ്ഥാനം ശ്രദ്ധേയമാകുന്നത്. 2013 ഇടുക്കി ജില്ലയെ ആസ്ഥാനമാക്കി പ്രവർത്തനമാരംഭിച്ച സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ജൈവകൃഷി പഠനത്തിലൂടെ നേടിയെടുത്ത അറിവുകൾ രാജ്യമൊട്ടാകെ കർഷകർക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു. ഹെൽത്ത്, ഗുഡ്നസ്, എംപവർമെന്റ്, കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, സസ്റ്റൈനബിലിറ്റി എന്നീ 5 തത്വങ്ങളിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളിലൂടെ ശരിയായ ജൈവകൃഷി രാജ്യത്തിന് സമർപ്പിക്കുകയും അതുവഴി ജീവനുള്ള മണ്ണിനെയും ആരോഗ്യമുള്ള ജനതയെയും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തിൽ രൂപം കൊണ്ടിട്ടുള്ള പദ്ധതിയാണ് മേക്ക് ഇന്ത്യ ഓർഗാനിക്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ 120-ൽ പരം പഞ്ചായത്തുകളിൽ ഫ്രാഞ്ചൈസികൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വരുന്ന മാസങ്ങളിൽ 300ഓളം പഞ്ചായത്തുകളിൽ ഫ്രാഞ്ചൈസികൾ തുറക്കുവാൻ തയ്യാറെടുപ്പുകൾ നടത്തിവരുന്നു. എക്കോളജി എന്ന ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ജൈവകൃഷി രീതിയുടെ ശാസ്ത്രീയത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കോഴിക്കോട് MLA ഡോക്ടർ MK മുനീർ അവരുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് 2-നെ കേരളത്തിലെ ആദ്യത്തെ ജൈവഹരിത മണ്ഡലമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ തുടക്കത്തിലേക്കായി ഡോക്ടർ MK മുനീർ MLAയുടെ വീടിന്റെ ടെറസിൽ വിജയകരമായി ഗ്രോ ബാഗിൽ കൃഷി ചെയ്ത് വിളവെടുപ്പും നടത്തി. തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൃഷിമന്ത്രി VS സുനിൽകുമാർ അവറുകളുടെ അന്തിക്കാടുള്ള പുരയിടത്തിൽ SPC ജൈവകൃഷി ആരംഭിച്ചത് എക്കോളജിയിൽ അധിഷ്ഠിതമായ ഈ പുതുയുഗ കൃഷിക്ക് കൂടുതൽ സ്വീകാര്യത നൽകി. പദ്ധതി ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലും ക്വാർട്ടേഴ്സ് പരിസരത്തും ജൈവകൃഷി SPC ആരംഭിച്ചു. കൂടാതെ കോഴിക്കോട് മേയർ ഭവനിലും കൃഷി ആരംഭിക്കുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കുട്ടികളിൽ കൃഷിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനായി കേരളത്തിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുമാരുടെ വീടുകളിൽ ജൈവകൃഷി ആരംഭിക്കുന്നതിനായി MLA ഫണ്ട് സ്വരൂപിച്ച് ഗ്രോബാഗുകൾ വിതരണം ചെയ്യുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. വിവിധ പഞ്ചായത്തുകളുടെ ഫണ്ട് ജൈവകൃഷി ചെയ്യുന്നതിനായി വിനിയോഗിക്കാം എന്ന പഞ്ചായത്ത് ഡയറക്ടറുടെ ഉത്തരവിനെ മാനിച്ച് വിവിധ പഞ്ചായത്തുകൾ ഇപ്പോൾ ജൈവകൃഷിയിലേക്ക് കടന്നു വരുന്നത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും. ജൈവകൃഷി എല്ലാവരിലും എത്തിക്കുന്നതിന് ഒരു മാതൃകാ പ്രവർത്തനമെന്നോണം ചലച്ചിത്ര താരം മഞ്ജു വാര്യരും ജയസൂര്യയും SPCയുടെ ജൈവകൃഷി രീതികൾ പിന്തുടർന്നുകൊണ്ട് മട്ടുപ്പാവിൽ കൃഷി ആരംഭിക്കുന്നതും ഈ പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കും. വരും തലമുറയ്ക്ക് വിഷം തീണ്ടാത്ത ഭക്ഷണം നൽകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ ജൈവകൃഷി രീതിയിലൂടെ നമുക്കൊന്നിച്ച് പടുത്തുയർത്താം ആരോഗ്യമുള്ള ഒരു ജനതയെയും വിഷം തീണ്ടാത്ത മണ്ണിനെയും. ജീവനുള്ള മണ്ണ് പൊതുതലമുറയ്ക്ക് നൽകുന്നതിനായുള്ള ഈ ഉദ്യമം SPC നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.